എറണാകുളത്ത് ലളിതകലാ അക്കാദമി സംഘടിപ്പിച്ച കലാപ്രദർശനത്തിൽ ഫ്രഞ്ച് കലാകാരിയുടെ സൃഷ്ടികൾ കീറിയെറിഞ്ഞ് പ്രതിഷേധം. അശ്ലീല പ്രയോഗങ്ങൾ ഉണ്ടെന്ന് ആരോപിച്ചാണ് ആർട്ടിസ്റ്റ് PH ഹോച്ച്മിന്റെ 7 ചിത്രങ്ങൾ കീറിയെറിഞ്ഞത്. പ്രതിഷേധത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ലളിതകലാ അക്കാദമിയും കലാകാരി ഹനാൻ വരാമറും പ്രതികരിച്ചു. കലാസൃഷ്ടിയിൽ അസഭ്യമാണ് എന്ന് ആരോപിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറി എറണാകുളത്തെ ആർട്ട് ഗാലറി രീതിയിലുള്ള ഒരു അക്രമ സംഭവം ഉണ്ടായത്. ഇവിടെ ഫ്രഞ്ച് കലാകാരി, ഓസ്ട്രേലിയയിൽ നിന്നുള്ള ഫ്രഞ്ച് കലാകാരി ഹനാൻ വരാമറിൻ്റെ അവരുടെ പ്രദർശനമാണ്, അവരുടെ കലാസൃഷ്ടികളാണ് കയറി എറിഞ്ഞത്. ഇത് അവരുടെ കലാസൃഷ്ടികൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ നടത്തി, കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത് നടന്നു പോരുകയായിരുന്നു. ഇതിൽ ഇവരുടെ കലാസൃഷ്ടികളുടെ മലയാള പരിഭാഷയാണ് കീറിയെറിഞ്ഞത്. മലയാളത്തിൽ മൊഴിമാറ്റിയ ഗോ ഈറ്റ് യുവർ ഡാഡ് എന്ന സൃഷ്ടിയിലെ പ്രയോഗങ്ങൾ ഇത് അസഭ്യ പ്രയോഗങ്ങളാണ് എന്ന് ചൂണ്ടിക്കാണിച്ചാണ് കലാകാരൻ തന്നെയായ ഹോച്ച്മിൻ ഇത് കീറി എറിഞ്ഞത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിലായിരുന്നു ഇത് ഉണ്ടായിരുന്നത്. ഇതിൽ ലിനോകട്ട് ഗ്രാഫിക് പ്രിൻ്റുകളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരുന്നത്. ഇതിൽ അവർ നേരിട്ട അവരുടെ ഒരു അനുഭവങ്ങൾ തന്നെ അതിൻ്റെ ഒരു പരിഭാഷ എന്ന രീതിയിൽ തന്നെയായിരുന്നു ഇത് ഉൾപ്പെടുത്തിയിരിക്കുകയും ചെയ്തത്. ഇന്ന് ഇപ്പോൾ ആർട്ട് ഗാലറിയിൽ നേരിട്ടെത്തി അവർ തന്നെ ഇതിലൊരു പ്രതിഷേധം അറിയിച്ചു. കലാകാരന്മാർ തന്നെ ഇതിനെതിരെ തിരിയുന്നത്, കലാകാരന്മാർ തന്നെ ആക്രമിക്കുന്നത് 2 വട്ടമെങ്കിലും ആലോചിക്കണം എന്നവർ പറയുകയും നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് അവർ പ്രതികരിക്കുകയും ചെയ്തു. I don't know what to say. I hope artists can think twice before attacking other artists like this physically with their work. ഈ വിഷയം ഏറെ ഞെട്ടിക്കുന്നതാണെന്നും ആർട്ട് ഗാലറിയിൽ ഇത് ആദ്യമായാണ് ഇതുപോലുള്ള കേരളത്തിൽ തന്നെ ഒരു കലാകാരന്മാർ അവരുടെ സൃഷ്ടികൾ അത് ഈ രീതിയിൽ അവർക്ക് പരിക്കേൽക്കുന്ന, അവരുടെ കലാസൃഷ്ടികൾക്ക് പരിക്കേൽക്കുന്ന രീതിയിൽ അവരെ ചിത്രീകരിക്കുന്നത് ശരിയായ നടപടിയല്ല. ഇതിൽ ലളിതകലാ അക്കാദമിയും ഇതിനെതിരെ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് അക്കാദമി ചെയർമാൻ മുരളി ചിരോത്ത ഇത് സംബന്ധിച്ച് പറഞ്ഞത്. ലളിതകലാ അക്കാദമിയുടെ നിർവാഹക സമിതിയുടെ തീരുമാനപ്രകാരം നിയമപരമായിട്ട് തന്നെയാണ് നീങ്ങുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അവരൊരു നോർവീജിയൻ ഗവൺമെൻറ്റിൻ്റെ സാലറി വാങ്ങുന്നത്, അതായത് 10 ആർട്ടിസ്റ്റുകളെ എല്ലാ വർഷവും അവർ 10 വർഷത്തിനായിട്ട് സാലറി കൊടുത്തുകൊണ്ടൊരു വലിയൊരു അവാർഡ് കൊടുക്കും. ആ വലിയ അവാർഡ് നേടിയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ്. അതുകൊണ്ട് ഞങ്ങൾ കേസ് കൊടുത്തില്ലെങ്കിൽ നോർവീജിയൻ ഗവൺമെൻറ് അത് നിയമപരമായിട്ട് മുന്നോട്ട് നീക്കും. കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് ഇവിടെ നടക്കുന്ന പ്രദർശന ഹാളിലേക്ക് ഇവിടെ മറ്റൊരു കലാകാരൻ തന്നെ ഹോച്ച്മിൻ അറിയപ്പെടുന്ന, കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന കലാകാരൻ തന്നെയാണ്. അദ്ദേഹമാണ് ഈ സൃഷ്ടികളിൽ ഇവിടെ വരികയും ഇത് കീറിയെറിയുകയും എല്ലാം തന്നെ ചെയ്തത്. എന്തായാലും ഇത് കടുത്ത പ്രയോഗങ്ങൾ തന്നെയാണ് ഇതുള്ളത്. അത് ഉൾക്കൊള്ളേണ്ട കാര്യമില്ല എന്ന ഒരു രീതിയിൽ തന്നെയാണ് ഹോച്ച്മിൻ്റെയും ഒരു നിലപാട്. ഈ തെറി കലയാകുന്നത് എങ്ങനെയാണ്? അങ്ങനെയാണെങ്കിൽ നാളെ മറ്റൊന്ന് ചെയ്തു കഴിഞ്ഞാൽ അതിനും അക്കാദമി അംഗീകരിക്കുമോ? എത്രയോ വർക്കുകൾ ഷോ നടത്താനായിട്ടെല്ലാം ഇവർ ജൂറി വെച്ച് ഉപേക്ഷിച്ച് കളയുന്നു. എന്നിട്ട് ഈ തെറിവാക്കുകൾക്ക് അവരെങ്ങനെ പ്രചോദനം കൊടുക്കുന്നത്? ഷോ നടത്താൻ വേണ്ടി അവരെങ്ങനെ സെലക്ട് ചെയ്തു? അതിൻ്റെ മാനദണ്ഡം എന്താണ്? അത് വ്യക്തമാക്കാൻ അക്കാദമി തയ്യാറാവണം. അതുകൊണ്ട് ഇവർ എന്തൊക്കെ കേസ് കൊടുക്കുമെന്നൊക്കെ പറഞ്ഞു, കേസ് കൊടുക്കട്ടെ, നിയമ നടപടി പോകട്ടെ. ഞാൻ ചെയ്തപ്പോഴും ശരി തന്നെയാണ്. അതിനകത്ത് ഒരു തർക്കമില്ലാത്ത കാര്യമാണ്. അന്താരാഷ്ട്ര തലത്തിൽ അറിയപ്പെടുന്ന ഒരു കലാകാരിയുടെ രചനകൾക്കാണ് ഈ രീതിയിലേക്ക് ഒരു അതിക്രമം നേരിടേണ്ടി വന്നത്. അത് കേരളത്തിൽ വളരെയധികം അറിയപ്പെടുന്ന ഒരു ആർട്ട് ഗാലറിക്കകത്ത് തന്നെയാണ് ഈ ഒരു സംഭവം ഉണ്ടായത് എന്നതാണ് കലാസ്വാദകരെയും ഇതിൽ വളരെ വേദനിപ്പിക്കുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ 2 അഭിപ്രായങ്ങളുണ്ട്. കാരണം അക്കാദമി ഹാളിൽ ഇത് പ്രദർശനം തുടങ്ങിയപ്പോൾ മുതൽ ഒരു വിഭാഗം പേർ ഇതിനെതിരെ ഇത് ഒരു അസഭ്യ പ്രയോഗങ്ങളാണ്, ഇത് വേണ്ട വിധം ആലോചിച്ചില്ല ഈ പ്രദർശനം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ആ പ്രതിഷേധവുമായി വന്നിരുന്നു. എന്തായാലും ഇതിപ്പോൾ ഈ സൃഷ്ടികൾക്ക്, നശിപ്പിക്കപ്പെട്ട സൃഷ്ടികൾ ഇത് ഈ രീതിയിൽ തന്നെ കിടക്കും. പ്രദർശനം മുന്നോട്ട് കൊണ്ടുപോകാനാണ് അക്കാദമിയുടെ തീരുമാനം. ക്യാമറമാൻ മനോജിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18 കൊച്ചി.